പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കിന്ന് 6ാം ക്ലാസ്സിൻ്റെ പുതിയ പുസ്തകത്തിനെ ഒന്ന് പരിചയപ്പെടാം. അതുകൂടെ നമുക്ക് ആ ഒന്നാമത്തെ ചാപ്റ്റർ ഫുള്ളായിട്ട് ടീച്ചർ വീഡിയോയും ചെയ്തു തരാം കേട്ടോ. പിന്നെ ടീച്ചർക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയത് ഈ മലയാളം മീഡിയത്തിൻ്റെ ഒരു ബുക്കാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ബുക്ക് കിട്ടിയാൽ അതിൻ്റെ വീഡിയോ കൂടി ടീച്ചർ ഇടാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് കേട്ടോ. നമ്മുടെ 6ാം ക്ലാസ്സിലെ പുതിയ പുസ്തകം പഴയ പുസ്തകവുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ച് ചെറിയ നിങ്ങൾക്ക് കഴിഞ്ഞ 6നേക്കാളും വളരെ എളുപ്പമാണ് ഇപ്രാവശ്യത്തേത്. ഫസ്റ്റ് ചാപ്റ്റർ തന്നെ കോണുകളാണ്. കഴിഞ്ഞ വർഷവും കോണുകൾ തന്നെയായിരുന്നു. പാഠഭാഗത്തിൽ കൂടി വെറുതെ ഒന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ടീച്ചർ വിശദമായിട്ട് എല്ലാം പറയാം. ആദ്യം തന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് കോണുകൾ, വരകൾ ചേരുമ്പോഴുണ്ടാകുന്ന രൂപം അല്ലേ. വെൻ ലൈൻ ജോയിനിങ് ടുഗദർ, വൺ ടു ലൈൻസ് ജോയിനിങ് ടുഗദർ വി ഗെറ്റ് ആൻ ആംഗിൾ. 2 വരകൾ ചേരുമ്പോഴാണ് നമുക്ക് കോണുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ കോൺ എന്ന ആശയം അല്ലെങ്കിൽ ആംഗിൾ എന്ന ആശയം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഈ ഉപകരണം കണ്ടോ, ഇതിന് പറയുന്ന പേരാണ് പ്രൊട്രാക്ടർ. നിങ്ങളുടെ എല്ലാ കയ്യിലും ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്. ഈ ഉപകരണം, ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ഒരു കോണിൻ്റെ അളവ് നമുക്ക് എങ്ങനെ അളന്നെടുക്കാം എന്നാണ് ഈ ചാപ്റ്ററിലെ ആദ്യ ഭാഗത്ത് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ധാരാളം ആംഗിൾസ് വരയ്ക്കാനും കുറേ ആംഗിൾസുകൾ വരയ്ക്കാനും അത് അളന്നെടുക്കാനും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അത് അളന്ന് നോക്കി കൺഫേം ചെയ്യാനും ഒക്കെയുള്ള അവസരം നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സസൈസിൽ തന്നെ നിങ്ങൾ തന്നിരിക്കുന്ന 2 കോണുകളുടെ അളവുകൾ ആ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളന്നെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞു പോയാലോ? ടീച്ചർ ക്ലാസ്സിലേക്ക് പോട്ടെ. പിന്നെ ഇതാ ഈ ഒരു എക്സസൈസോടുകൂടി ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ വർഷം നമുക്ക് പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ ടീച്ചർ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ 2 വരകൾ ചേർത്ത് ടീച്ചർ ഒരു കോൺ വരച്ചിട്ടുണ്ട്. ഇതിന് പറയുന്ന പേരാണ്. 2 വരകൾ ചേരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും കേട്ടോ. ഇത് പോയിന്റ്, ഈ പോയിന്റിനെ നമ്മൾ വെർട്ടെക്സ് എന്നാണ് പറയുന്നത്. എന്താണ് വെർട്ടെക്സ്? ഇനി 2 ലൈൻസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫോം ആവുന്നതാണ് എന്ത്? ആംഗിൾ. കോൺ എന്ന് മലയാളത്തിൽ നമ്മൾ പറയും കേട്ടോ. കോണുകൾ, കോൺ ഒരെണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ കോൺ എന്ന് പറയും. അപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ആംഗിൾ എന്ന കോൺസെപ്റ്റിൽ ഇതിൻ്റെ വലിപ്പം, നമ്മൾ ഈ ആംഗിളിൻ്റെ വലിപ്പം പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വിരിവിനെയാണ് ആംഗിളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ വേറൊരു കോൺ വരച്ച് കാണിക്കാം. ഇവിടെ നോക്കുക. അപ്പോൾ ഇതിൽ ഏത് കോണാണ് വലുത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള വിരിവ് വലുത്. ഇതിൻ്റെ ഉള്ളിലുള്ളത് കുറേ സ്പേസ് ഉണ്ടെങ്കിൽ ഇത് വലിയ കോണാണ്. ഇതെന്ന് പറയുന്നത് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഇത് ചെറിയ കോൺ. അപ്പോൾ ഒരു കോണിൻ്റെ വലിപ്പം നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള വലിപ്പത്തിൻ്റെ അളവിനെ അനുസരിച്ചിട്ടാണ് കേട്ടോ. ടീച്ചർ വേറൊരു ആംഗിൾ വരച്ച് കാണിക്കുക. ഇതാ ഇങ്ങനെ വരച്ചിട്ട് ഈ 2 വരകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്നതാണല്ലോ കോൺ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വലിപ്പം നിങ്ങൾ നോക്കിയേ എത്ര മാത്രമുണ്ട്. ഈ സ്പേസ് മുഴുവൻ എടുക്കുന്നില്ലേ? അപ്പോൾ ഈ 3 കോണുകളിലെ ഏറ്റവും വലുത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 3ാമത് വരച്ചാണ് ഏറ്റവും വലുത്. വലിയ കോണ് ഇതാണ്, ചെറിയ കോണെന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ വന്നാലോ? ഇങ്ങനെ ടീച്ചർ ഇവിടെ ഒരു ആംഗിൾ വരച്ചു. ഇതാണോ വലുത്? ഇതാണോ വലുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇത് തന്നെയാണ് വലുത്. ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന കോണുകളെ നമ്മൾ പറയുന്ന പേരാണ് മട്ടകോൺ. അത് പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും ടീച്ചറങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. റൈറ്റ് ആംഗിൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും കേട്ടോ. റൈറ്റ് ആംഗിൾ മനസ്സിലായോ? ഇത് ചെറിയ കോണാണ്. ചെറിയ കോണുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ന്യൂനകോൺ. ഈ പേരിന് പ്രസക്തി ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ പാഠപുസ്തകത്തിലൊന്നും ആ പേര് പറയുന്നില്ല. ടീച്ചർ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ന്യൂനകോണുകൾ അഥവാ അക്യൂട്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും കേട്ടോ. അക്യൂട്ട് ആംഗിൾ. ഇനി വലുത്, ഏറ്റവും വലുത് ഈ റൈറ്റ് ട്രയാങ്കിളിനേക്കാൾ അല്ലെങ്കിൽ മട്ടകോണിനേക്കാളും റൈറ്റ് ആംഗിളിനേക്കാളും വലുതിനെ നമ്മൾ പറയുന്ന പേരാണ് ബൃഹത് കോൺ. നിങ്ങൾക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു വാക്കല്ലേ. ബൃഹത് കോൺ എന്ന് പറയും. പേരിന് പ്രാധാന്യമില്ല, വലിപ്പം അനുസരിച്ച് പഠിച്ചാൽ മാത്രം മതി. ഇംഗ്ലീഷിൽ നമ്മളതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വിളിക്കും. അപ്പം 3 ടൈപ്പ് ഓഫ് ആംഗിൾസ് മനസ്സിലായല്ലോ. അപ്പം 3 ടൈപ്പ് ഓഫ് ആംഗിൾസ് ഒന്നുകൂടി ടീച്ചർ പറയാം. ന്യൂനകോൺ എന്ന് വെച്ചാൽ അകത്ത് വിരിവ് കുറഞ്ഞ ആംഗിളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂനകോൺ. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കുത്തിനെ മുകളിലോട്ട് നിൽക്കുന്ന കോണാകുമ്പോൾ നമ്മളതിനെ മട്ടകോൺ അഥവാ റൈറ്റ് ആംഗിൾ.
വിരിവ് വളരെ അധികം 90-നേക്കാൾ അല്ലെങ്കിൽ സ്ട്രെയിറ്റായി നിൽക്കുന്നതിനേക്കാൾ അധികം പിന്നോട്ട് വീണ്ടും വളയുകയാണെങ്കിൽ നമ്മളതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയാം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് അളന്നും കൂടെ കാണിക്കാം. ഇത് ചെറുതാണോ വലുതാണോ എന്ന് പ്രൂവ് ചെയ്യാനുള്ള മാർഗ്ഗം, ഈ ബേസ് ലൈൻ ഉണ്ടല്ലോ, ഇത് തറയിൽ ഉറച്ച് നിൽക്കുന്ന ഈ ഭാഗമാണ് ബേസ് ലൈൻ. ആ ബേസ് ലൈനും ഇതുകൊണ്ട് ഈ പ്രൊട്രാക്ടറിൽ കണ്ട ഒരു ബേസ് ലൈൻ കണ്ടോ, ആ ബേസ് ലൈനോട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചേർത്ത് വയ്ക്കണം. ഇതിൽ ഈ ഒരു എഡ്ജ് കണ്ടോ, ഒരു എൻഡ് പോയിന്റ് കണ്ടോ, കോർണർ കണ്ടല്ലോ, ആ കോർണറും ഈ കോർണറും ഒരുപോലെ നിങ്ങൾ വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇത് എത്രയാണ് വന്നിരിക്കുന്നത്, അതായത് 0, ഇവിടുന്ന് 0 ഉണ്ട്, ഇവിടുന്ന് 0 ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ഈ 0 എടുക്കരുത്, കാരണം വര ഇങ്ങോട്ടില്ല. എങ്ങോട്ടേക്കാണോ വര പോയത് ആ 0 മുതൽ നിങ്ങൾ കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്യുമ്പം 10, 20, 10, 0, 10, 20, 30, 40 വരെ എത്തിയില്ല. കറക്റ്റ് 30-ൻ്റെ 40-ൻ്റെ നടുക്ക്. അപ്പോൾ ഇത് എത്രയാണ്, 35 വരും. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 35 ആണ്. അപ്പം നിങ്ങളിവിടെ എന്ത് എഴുതണം, 35 ഡിഗ്രി. അളവിൽ നമ്മൾ സാധാരണ നീളത്തിനെ സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ കോണളവുകൾക്ക് ഇങ്ങനൊരു സെൻറ്റൻസ് കൂടെ കൊടുക്കണം, ഇങ്ങനൊരു വാക്കുകൂടെ പറയണം, 35 ഡിഗ്രി. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ഒന്ന് മെഷർ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്, ഈ കോർണറിൽ ഈ പ്രൊട്രാക്ടറിൻ്റെ കോർണർ വെക്കണം. ഈ ബേസ് ലൈനും ഈ പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈനും കോയിൻസൈഡ് ചെയ്ത് നിൽക്കണം, ഒരേപോലെ നിൽക്കണം. രണ്ടും തമ്മിൽ കാണാതിരിക്കണം. ഈ വരയും ആ വരയും ഒരേ ലൈനിൽ നിൽക്കുന്ന പോലെ വെച്ചിട്ട് കൗണ്ട് ചെയ്യണം. 0, 10, 20, 30, 40, 50, 60, 70, 80, 90. കറക്റ്റ് എവിടെ നിൽക്കുന്നത്, 90. അപ്പോൾ ഈ കോണളവ് എത്രയാണ്, 90. എന്തൊന്നും കൂടെ പറയണം, 90 ഡിഗ്രി. ഇനി മൂന്നാമത്തതും കൂടെ മെഷർ ചെയ്യാം. എന്ത് ചെയ്യണം, ഈ കോർണറും ഈ ബേസ് ലൈനും എന്ത് ചെയ്യണം, ഇതിൽ കോയിൻസൈഡ് ചെയ്തുപോലെ വെക്കണം. താഴത്തെ വരയും പ്രൊട്രാക്ടറിൻ്റെ വരയും സെയിം ആയിരിക്കണം. വര ഇങ്ങോട്ട് പോയതുകൊണ്ട് ഈ 0 മുതൽ നമ്മൾ എന്ത് കൗണ്ട് ചെയ്യണം, 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 120, 130 വരെ എത്തിയില്ല. ഇതും എന്താണ്, 125. ഏകദേശം ഈ ഒരു ലെവലിൽ വന്ന് നിൽക്കുന്നുണ്ട്. എത്രയാണിത്, 125. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ വലിപ്പ ചെറുപ്പം. ഇത് 35 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 125 ഡിഗ്രിയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ന്യൂനകോണുകൾ വിരിവ് കുറയുന്നതാണ് ചെറിയ ആംഗിള്. കറക്റ്റ് നേരെ നിന്നാൽ അത് 90, അതിനേക്കാൾ വിരിവ് കൂടിയാൽ അതിന് എത്രയാണ്, 125 ഡിഗ്രി. അപ്പോൾ കോണളവുകൾ മെഷർ ചെയ്യാൻ മനസ്സിലായല്ലോ. ടീച്ചർ ഇവിടെ ഒരു പ്രൊട്രാക്ടറിൻ്റെ ഒരു സൈഡ് ഇങ്ങോട്ടേക്കും തിരിച്ചിങ്ങോട്ടേക്ക് വെച്ചാൽ ഈ സൈഡിലേക്കും പ്രൊട്രാക്ടർ കൊണ്ട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടുന്ന് 0 മുതൽ ഇവിടെ വരെയുള്ള അളവെന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ തിരിച്ച് വയ്ക്കുമ്പോൾ ഇങ്ങോട്ടും എന്ത് തന്നെയാണ്, 180 ആണ്. അപ്പം മൊത്തം ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ 180ഉം 180ഉം 360 ഡിഗ്രിയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കത് ഓരോന്നായിട്ട് ചെറുതായിട്ട് വരച്ചിട്ടുണ്ട്. 10, ഇത് 20, 30. അപ്പോൾ ഈ ഒരു കോണളവ് എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ് കേട്ടോ. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ വലിപ്പം എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരേ വലിപ്പമുള്ള ഇങ്ങനത്തെ 2 പീസ് എടുക്കുമ്പോൾ എത്ര ഡിഗ്രിയായി, 10, 10, 20 ഡിഗ്രിയായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെയുള്ള കോണളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെ 30, അടുത്ത 40, 50, 60, 70, 90, അടുത്ത എന്താണ്, 100, 110, 120, 130, 140, 150, 160, 170, 180. അപ്പം ഇങ്ങനെയുള്ള സർക്കിൾസിനെ ഇത്രയും 360 ഡിവിഷൻസ് ആയിട്ട് ഇപ്പോൾ ഈ ഓരോ 10-നിടയ്ക്ക് എന്താ 10 ചെറിയ യൂണിറ്റ്. ഇപ്പോൾ ഒരു 10 ഡിഗ്രി യൂണിറ്റ് ടീച്ചർ ചെറുതായിട്ട് വരച്ച് കാണിക്കാം. അപ്പോൾ ഇത് 0 മുതൽ 10 വരെയുള്ളതിനകത്ത് എത്ര ചെറിയ ഡിഗ്രികളുണ്ടോ, 1, 2, 3, അങ്ങനെ എത്ര ഉണ്ട്, 10 ഡിഗ്രി വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇത് 0 ഡിഗ്രി, 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, അങ്ങനെ ഇതിനകത്ത് 10 സിംഗിൾ ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെ 360 ഡിവിഷൻസ് ചേരുമ്പോഴാണ് ഒരു സർക്കിൾ ഫുള്ളായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു കോണിൻ്റെ അളവ് നമ്മൾ പറയുമ്പം ഓരോ കോണളവുകളും ഓരോ ഡിഗ്രി ആയിട്ട് നമ്മൾ പറയണം. ഡിഗ്രി എന്ന് പറയും കേട്ടോ, ഡിഗ്രി.
കോണുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഗ്രി. ഡിഗ്രിയെ സൂചിപ്പിക്കാൻ ആ സംഖ്യ ഇപ്പം 35 ഡിഗ്രി ആണെങ്കിൽ 35 എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു സർക്കിൾ, ചെറിയൊരു സർക്കിൾ ഇട്ട് കൊടുക്കുന്നതിനെയാണ് 35 ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് 0 മുതൽ 180 വരെ അകത്തുകൂടെയും 0 മുതൽ 180 വരെ 180 വരെ പുറത്തുകൂടെയും കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് 2 തരം നമ്പർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കോണ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുക എന്ന് വിചാരിക്കുക. ഒരു ആംഗിളിൻ്റെ ഫോം ഇങ്ങനെയാണ്, മറ്റൊരു ആംഗിളിൻ്റെ ഫോം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്കാണ് മെഷർ. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ കോർണർ എന്ന് പറയുന്നത്, ഈ മൂല, ഈ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ പ്രൊട്രാക്ടറിൻ്റെ ഈ കേന്ദ്രബിന്ദുവിൽ ഇവിടെ കോയിൻസൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വെക്കുമ്പോൾ വര പോയത് ഈ വലതുവശത്തേക്കില്ല, റൈറ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലുള്ള 0 എപ്പോഴും 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും നിങ്ങൾ 180 തൊട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ 0, 10, 20, 30, 40, 50, 60 വരെ എത്തിയില്ല, ഒരു 57. അപ്പോൾ ഇതെന്ന് പറയുന്നത് 57 ഡിഗ്രിയാണ് ഇത് ഈ കോണളവ്. അതേസമയം ഞാൻ ഈ കോൺ മെഷർ ചെയ്യാൻ നേരവും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കോർണറിൽ പ്രൊട്രാക്ടർ കൊണ്ടുവച്ചു. അപ്പോൾ ഇതാ വര പോയിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണോ? അല്ല, ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ 0 മുതൽ കൗണ്ട് ചെയ്യണം. 0, 10, 20, 30, 40, 50, 60, 65, 66, 67. ഇത് വന്ന് നിൽക്കുന്ന എത്രയിലാണ്? 67 ഡിഗ്രിയാണ്. അപ്പം മനസ്സിലായോ? 2 സൈഡിലേക്കും നമുക്ക് ആംഗിൾസ് ചിലപ്പോൾ കൗണ്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് 2 സൈഡിൽ നിന്നും 0 മുതൽ കൊടുത്തിരിക്കുന്നത്. വേറൊരു ആംഗിൾ ടീച്ചർ കാണിച്ചു തരാം. ഇങ്ങനെ മുകളിൽ നിന്നാണെന്ന് വിചാരിക്കുക, ആംഗിൾ മുകളിൽ നിന്നാണ് ആംഗിൾ വരുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെ പ്രൊട്രാക്ടർ എപ്പോഴും ഒരു ലൈനിൽ എന്താക്കണം, നമ്മൾ ബേസ് ലൈനായിട്ട് കൺസിഡർ ചെയ്ത് പ്രൊട്രാക്ടർ ആ ബേസ് ലൈനിൽ വെക്കുക. ബേസ് ലൈനിൽ വെച്ചു. അപ്പോൾ അത് ആ വര ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഈ 0 മുതൽ കൗണ്ട് ചെയ്യുക. 0, 10, 20, 30, 40, 50, 60, കൃത്യം 65 കൂടിയാണ് അത് കടന്നു പോയത്. സോ ഇവിടുത്തെ ആംഗിൾ മെഷർ എന്ന് പറയുന്നത് 65 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ അതെങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന്? പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 12 ഒരു വര വരച്ചിട്ടുണ്ട്. അതിനെ ചേർത്ത് മറ്റൊരു വരയും കൂടി ചേർത്തൊരു കോൺ നിർമ്മിച്ചിട്ടുണ്ട്. ആ കോണിൻ്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യുമ്പം കുത്തനെ, അതായത് ഈ വരയ്ക്ക് നേരെ കുത്തനെ, അതായത് ചെറു മരങ്ങളും മനുഷ്യരും ഒക്കെ നിൽക്കുന്ന ഇത് കുത്തനെ മേൽപോട്ടാണ് നിൽക്കുന്നത് അല്ലേ, അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതിനെ നമ്മൾ ലംബമായി നിൽക്കുന്നു എന്നൊരു വാക്ക് ഉപയോഗിക്കും കേട്ടോ, പെർപെൻഡിക്കുലർ. അപ്പോൾ നമ്മൾ ഒരു പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യുമ്പം ആംഗിൾ മെഷർമെൻറ്റ് 90 ഡിഗ്രി വന്നാൽ നമ്മൾ ആ ലൈൻ താഴത്തെ ലൈനിൽ ലംബമായി വരച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്താണ്, ഈ താഴത്തെ ലൈനിൽ പെർപെൻഡിക്കുലറാണ് ഈ മുകളിലേക്ക് വരച്ച വരെ. പെർപെൻഡിക്കുലർ അപ്രൈറ്റ് ആയിട്ട് വരും. ഒരല്പമെങ്കിലും ചെരിവുണ്ടെങ്കിൽ നമ്മൾ അതിന് അപ്രൈറ്റ് ലൈൻ എന്ന് പറയില്ല. ഇപ്പോൾ ഒരു വര ഇവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വെച്ചാൽ അത് അപ്രൈറ്റ് അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചാലും ഒരു ഇത്രയെങ്കിലും വരച്ചാലും അപ്രൈറ്റ് ഇല്ല. അപ്രൈറ്റ് ആവുന്നത് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലംബം എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യരൊക്കെ നിൽക്കുന്ന പോലെ ഇങ്ങനെ നേരെ കുത്തിനേ നിൽക്കണം. അല്ലാതെ നമ്മൾ ചെരിഞ്ഞു പോകും. മരങ്ങളൊക്കെ നേരെ മുകളിലേക്കല്ല. അപ്പോൾ നമ്മളൊരു തൂണ് നാട്ടുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു വീടിൻ്റെ ഭിത്തി, അതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ നേരെ കുത്തിന് മുകളിലേക്കാണ് നിൽക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ. എന്താണ്? പെർപെൻഡിക്കുലർ. മലയാളത്തിൽ നമ്മൾ ലംബം എന്ന് പറയും. ലംബമായി വരയ്ക്കണം, നേരെ. അപ്പോൾ ഒരു ലംബ വര വരയ്ക്കും. ഒരു വരയ്ക്ക് ലംബമായി മറ്റൊരു വര വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈൻ വരച്ചിട്ട് കുത്തനെ മുകളിലേക്ക് 90 ഡിഗ്രി വരയ്ക്കുന്നതിനെയാണ് ലൈൻ പെർപെൻഡിക്കുലർ ലൈൻ എന്നും ലംബമായി വരയ്ക്കുക എന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ പാഠപുസ്തകത്തിൽ ഇതാ കൊടുത്തിട്ടുണ്ട്, കണ്ട ലംബമായി വരച്ചിരിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ആംഗിൾ മെഷറും കൂടെ നോക്കാം. എത്രയാണ്? കറക്റ്റ് 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പം നിങ്ങൾക്ക് തോന്നും ഈ ചിത്രം നിങ്ങൾ നോക്കിയിട്ട് ഇത് ചെരിഞ്ഞായിരിക്കുന്നതെന്ന് പറയുമല്ലേ. പക്ഷെ താഴത്തെ വരയെ സംബന്ധിച്ച് ഇത് കുത്തനെയാണോ അതോ ചെരിഞ്ഞാണോ എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ ബേസ് ലൈനെ മെഷർ ചെയ്തു. ബേസ് ലൈനെ മെഷർ ചെയ്ത് താഴത്തെ ലൈനിൽ ഇതെന്താണ്, കണ്ടോ, കറക്റ്റ് 90 ഡിഗ്രിയാണ്. ഇതെന്താണ്, ഈ നീല വരയ്ക്ക് ഈ പച്ച വര ലംബമാണ്.
അല്ലെങ്കിൽ എന്ത് പറയാം, ഈ പെർപെൻഡിക്കുലർ ലൈനാണ് എന്താ, ഈ ബ്ലൂ ലൈനിലേക്ക് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ ഈ പാഠഭാഗത്തിലെ ഏറ്റവും ആദ്യത്തെ എക്സസൈസാണ്, നിങ്ങൾക്ക് ചെയ്തെടുക്കാനുള്ള ഭാഗമാണിത്. പേജ് നമ്പർ 13 ചുവടെയുള്ള ചിത്രങ്ങളിലെ കോണുകളെല്ലാം അളന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ 2 കോണുകളുണ്ട്, അടയാളപ്പെടുത്തി നോക്കാം. പ്രൊട്രാക്ടറിൻ്റെ ഈ വെർട്ടെക്സും ഇതിലെ വെർട്ടെക്സും കോയിൻസൈഡ് ചെയ്യുന്നത് പോലെ വച്ചു. കൃത്യമായിട്ടും വെച്ചതിന് ശേഷം നമ്മൾ മെഷർ ചെയ്തു. മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് കേട്ടോ. എത്രയാണ്? 60 ഡിഗ്രി. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ടീച്ചർക്ക് 60 എഴുതാനൊരു മടി, എന്നാലും ടീച്ചർ എഴുതുക കേട്ടോ, 60 ഡിഗ്രി. ഇനി ഈ ഒരു ആംഗിൾ മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കാം. ഈ ബേസ് ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മൾ കൗണ്ട് ചെയ്തു. എവിടെ മുതൽ വരെ ഇങ്ങോട്ടായതുകൊണ്ട് 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 120, 130, 140 വന്നില്ല, 135. ഈ ആംഗിൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്തത് പേജ് നമ്പർ 14 2 ചിത്രങ്ങളുണ്ട്, അതും കൂടി അത് അളന്നേക്കാം. ഇവിടുത്തെ ആംഗിൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വെർട്ടെക്സ് ഇവിടെയാണ്, പ്രൊട്രാക്ടറിൻ്റെ കോർണറും നമ്മളിവിടെ വെച്ചു. ബേസ് ലൈൻ കാണാത്തതുപോലെ വെച്ചു. ബേസ് ലൈന് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നുകൊണ്ട് ലെഫ്റ്റിലെ 0 തൊട്ട് കൗണ്ട് ചെയ്തു. അതും കൗണ്ട് ചെയ്ത് വരുമ്പോൾ എത്രയാണ്? ആൻസർ ഈസ് 60. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി. ഇനി ഇവിടെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, മുകളിലാണ് വരാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ബേസ് ലൈൻ ഏതെങ്കിലും ഒരു ലൈൻ ബേസ് ലൈൻ ആക്കി കൺസിഡർ ചെയ്ത് പ്രൊട്രാക്ടർ നിങ്ങൾ ഒരിക്കലും പ്രൊട്രാക്ടറിന് ഇങ്ങനെ കൊണ്ട് വയ്ക്കാൻ പറ്റുമോ? കാരണം നമുക്ക് ബേസ് ലൈനിൽ ഒരാളെ കിട്ടണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ട് വയ്ക്കാൻ പറ്റും. ചില കുട്ടികളൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്, അത് ശരിയാണ്. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ആംഗിൾ, അതുകൊണ്ട് അങ്ങനെ വെക്കരുത്. പ്രൊട്രാക്ടർ നമ്മൾ എങ്ങനെ വെക്കണം? ഇങ്ങനെ വെക്കണം കേട്ടോ. ഒരു ലൈൻ ബേസ് ലൈനായിട്ടും കോണിൻ്റെ മറ്റൊരു വര ഈ പ്രൊട്രാക്ടറിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന പോലെ വയ്ക്കണം. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. സോ നമ്മൾ കൗണ്ട് ചെയ്തു. 0 to എവിടെയാണിത്? 130 ഡിഗ്രി. നിങ്ങൾ കൗണ്ട് ചെയ്ത് ലാസ്റ്റ് ഇവിടെ 50 കിടക്കുന്നുണ്ട്. 50 എന്ന് എഴുതരുത്, എണ്ണി തന്നെ വരണം. 10, 20, 30, 40, 50, 60, 70, 80, 90 കഴിഞ്ഞിട്ട് ചില കുട്ടികൾ 80, 70, 60 എന്ന് എഴുതാറുണ്ട്. ടീച്ചർ ക്ലാസ്സിൽ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നതായതുകൊണ്ട് ടീച്ചർക്ക് അറിയാം. കുട്ടികൾ നേരെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ പുറത്തൂടെ പോകും. അങ്ങനെ പോകരുത്. 90 കഴിഞ്ഞാൽ പിന്നെ 100, 110, 120, 130 എന്ന് തന്നെ കൗണ്ട് ചെയ്യണം. സോ ഹിയർ അവർ ആംഗിൾ ഈസ് 130 ഡിഗ്രി. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ചുവടെ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ താഴെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ അതേ അളവിൽ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക. ഇത് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. ആദ്യം 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചു. ഇനി എന്ത് ചെയ്യണം? 2 സൈഡിലും 50 ഡിഗ്രിയാണ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ എടുത്ത് 50 ഡിഗ്രി മെഷർ ചെയ്യുന്നു. കോർണർ കിട്ടുന്ന പോലെ വെച്ചു. 0, 10, 20, 30, 40, 50 വരച്ചു. എന്ത് ചെയ്യുക? നമ്മൾ സ്കെയിലെടുത്ത് അത് നീട്ടി വരയ്ക്കണു. വീണ്ടും ഇവിടുന്ന് എന്ത് ചെയ്യുക? 50 ഡിഗ്രി ഈ സൈഡിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്തു. റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യുന്നു. 50, 0, 10, 20, 30, 40, 50 എന്ന് പറയുന്നത് ഇവിടെ വരും. എന്ത് ചെയ്യുക? അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നു. അപ്പം ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 50 ഡിഗ്രി, ഇതും 50 ഡിഗ്രി. വേണമെങ്കിൽ നമുക്ക് ബാലൻസ് ഉള്ളത് നമുക്ക് മായ്ച്ച് കളയാം കേട്ടോ. മായ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ആ ആംഗിൾ അങ്ങ് എഴുതി വെച്ചാലും മതിയാവും. ഇതാണ് ഫസ്റ്റ് ചിത്രം. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രത്തിൽ 5 സെൻറ്റിമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 5 സെൻറ്റിമീറ്റർ കറക്റ്റ് 5 എടുക്കുന്ന കണ്ടോ? ഈ 0 തൊട്ട് 1 തൊട്ടല്ല, ഈ 0 തൊട്ട് കൗണ്ട് ചെയ്ത് 5 വരെ വരയ്ക്കണം കേട്ടോ. ചില കുട്ടികളൊക്കെ 1 മുതൽ 5 വരെ എടുക്കും. അങ്ങനെ എടുക്കില്ല, 0 മുതൽ 5 വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി പ്രൊട്രാക്ടർ ഉപയോഗിച്ചത് റൈറ്റ് ആംഗിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് സ്ട്രെയിറ്റ് കുത്തനെ നമ്മൾ എടുക്കണം കേട്ടോ. സ്ട്രെയിറ്റ് കുത്തനെ എടുത്തു. അതിൻ്റെ നീളം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് നീട്ടി അങ്ങോട്ട് വരച്ചോളുക കേട്ടോ. ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ഈ വൺ ഓഫ് ദ ആംഗിൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് 30 ഡിഗ്രി ലെഫ്റ്റ് സൈഡിലേക്ക് വരെ വന്നതുകൊണ്ട് ഇവിടെ മുതൽ 30.
ഇതാണ് 30. നമ്മളപ്പോൾ എന്ത് ചെയ്തു, ഇത് രണ്ടും കൂടി ചേർത്ത് വരച്ചു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ബാലൻസ് വന്നത് റബ്ബ് ചെയ്ത് കളയാം. നീളങ്ങളെല്ലാം അളന്നെഴുതുക. ഇത് എത്രയാണ്, 5 സെൻറ്റിമീറ്റർ. 90 ഡിഗ്രിയുടെ ആംഗിൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ വരയ്ക്കണം. ബാക്കിയെല്ലാം നമ്മൾ ആംഗിളിന് ഇങ്ങനെ ഒരു കർവ് ഇട്ടാണ് വരയ്ക്കാറ്. 90 വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് കൊടുക്കണം. 90, ഇത് ഇങ്ങനെ കർവ് കൊടുക്കണം. ഇത് 30 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി 30 ഡിഗ്രി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മിഡിലിൽ ഒരു ഡോട്ടഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അവർ 6 സെൻറ്റിമീറ്റർ വരെ. നമുക്കത് അങ്ങനെ തന്നെ വരയ്ക്കാം കേട്ടോ. ഒരു ഡോട്ടഡ് ലൈനായിട്ട് തന്നെ 6 സെൻറ്റിമീറ്റർ ഞാൻ വരച്ചു. 6ൻ്റെ അവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കുത്തിയേരെ. ഇനി വേണ്ടത് മുകളിലേക്ക് 20, എല്ലാ സൈഡിൽ നിന്ന് 20 ഡിഗ്രി വീതം വരയ്ക്കണം. സോ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ കൗണ്ട് ചെയ്തു 20. അത് വരച്ചു. അത് വരച്ചതിന് ശേഷം വരച്ചാൽ മതി ബാക്കിയെ. ഇവിടെ നിന്ന് നമ്മൾ 20 കൗണ്ട് ചെയ്തു. ഇവിടുത്തെ അത് രണ്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ബാക്കി വരുന്നത് മായ്ച്ച് കളഞ്ഞു. ഇങ്ങനെ റബ്ബ് ചെയ്ത് കളയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു പടത്തിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങ് മായ്ച്ചെന്നേ ഉള്ളൂ. തന്നെയല്ല ടീച്ചർക്ക് മാർക്കറിൽ മായ്ക്കുമ്പോൾ ഈസി ആണല്ലോ. നിങ്ങൾ ചിലപ്പോൾ പെൻസിൽ കൊണ്ടൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ അത്ര കറക്റ്റ് ആവണമെന്നില്ല. ദെൻ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 20 ഡിഗ്രി കൗണ്ട് ചെയ്യുന്നു. 0 ഒരു ലൈൻ ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ 10 എടുക്കുന്നത് കേട്ടോ. അതിങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു. ഇനി ലാസ്റ്റായിട്ട് ഇത് 20 ഇവിടെയും നമ്മൾ കോർണറിൽ കൊണ്ടുവച്ചു. ലൈൻ റൈറ്റ് സൈഡിലേക്ക് വന്നുകൊണ്ട് ഈ 20 വരെ കൗണ്ട് ചെയ്തു. ബാക്കി മായ്ച്ചു കളഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് എഴുതാം അവിടെ, ഇത് 20 ഡിഗ്രി, ഇത് 20 ഡിഗ്രി, 20 ഡിഗ്രി, 20 ഡിഗ്രി, ഇത് 6 cm. എല്ലാ മെഷർമെൻറ്റും ആ ചിത്രത്തിനകത്ത് വരയ്ക്കുകയും എഴുതുകയും ചെയ്യണം കേട്ടോ. അടുത്തത് പേജ് നമ്പർ 14 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ലൈൻ വരച്ചു. അതിനുശേഷം ഈ സൈഡിൽ 60 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്തു. അതിന് നീളം പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് എത്രയാണ്, 3 സെൻറ്റിമീറ്റർ ആണ്. പക്ഷെ നമ്മൾ ഈ ലൈൻ വരെ ഫുള്ളായിട്ട് വരച്ചതിന് ശേഷം 3 സെൻറ്റിമീറ്റർ ഒന്ന് മെഷർ ചെയ്ത് എടുത്തേക്കുക കേട്ടോ. അത് ആ 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് അത് അടയാളപ്പെടുത്തി വെച്ചു. ഇനി അതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എത്ര മെഷർ ചെയ്യണം, 120 ആണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റിലേക്ക് 120 നമ്മൾ മെഷർ ചെയ്തെടുത്തു. 0, 10, 20, 30, 90, 100, 110, 120. ദെൻ അതിൻ്റെ നീളവും അവർ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്, 3 വേണം. നമ്മളത് ഫുള്ളായിട്ട് വരച്ചിട്ട് 3 സെൻറ്റിമീറ്റർ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം. 3 സെൻറ്റിമീറ്റർ ഇവിടെ വരെ വരും. ഇനി എന്ത് ചെയ്യുക, അത് രണ്ടും കൂടി ജോയിൻ ചെയ്യിക്കുക. ബാക്കി വരുന്ന ചിത്രം നമ്മൾ എന്ത് ചെയ്യണം, റബ്ബ് ചെയ്ത് കളയണം. മനസ്സിലായല്ലോ. അപ്പോൾ 4 ചിത്രങ്ങളുമായി. ഇത് 5 cm, ഇത് 120 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 3 cm, ഇതും 3 cm. ചിത്രങ്ങളെല്ലാം ആയില്ലേ. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് നമ്മൾ വരച്ചത്. ഇതിലെല്ലാം പേരും കൂടി ടീച്ചറൊന്ന് പറഞ്ഞേക്കാം. ഇതുകൊണ്ട് 3 ലൈൻസ് മാത്രം ചേർന്ന് വരച്ച ഈ ചിത്രത്തിന് പറയുന്ന പേരാണ് ത്രികോണം. എന്താണ്, എൻ്റെ കൂടെ പറഞ്ഞു, ത്രികോണം. നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയും. 3 സൈഡ്സുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിന് പറയുന്ന പേരാണ് ട്രയാങ്കിൾ. ഇത് എന്ന് പറയുന്നത് ഇതും എന്ത് തന്നെയാണ്, ട്രയാങ്കിൾ ആണ്. 3 സൈഡ്സ് അല്ലേ ഉള്ളൂ. പക്ഷേ കുത്തിനെ മുകളിലേക്ക് വന്നാൽ നമ്മൾ ആ ട്രയാങ്കിളിന് പറയുന്ന പേരെന്താണ്, റൈറ്റ് ട്രയാങ്കിൾ. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. ഇത് മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ.
ഇതെന്ന് പറയുന്നത് ട്രയാങ്കിൾ. ഇത് ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, ഇക്വിലാട്രൽ ട്രയാങ്കിൾ എന്ന് പറയും, സമഭുജ ത്രികോണം. ഇനി ഇത് കണ്ടോ, എല്ലാ വശങ്ങളും ഒരേ നീളമായിട്ടല്ലേ തോന്നുന്നത്, പക്ഷെ കുറച്ച് ചരിഞ്ഞിരിക്കുന്നു. ഈ ചിത്രത്തിന് പറയുന്ന പേരാണ് നമ്മൾ റോംബസ് എന്ന് പറയും. എന്താണ് റോംബസ് അഥവാ ലംബകം എന്ന് നമ്മൾ പേര് പറയും കേട്ടോ, ലംബകം. ഇത് കണ്ടോ, രണ്ട് സൈഡ്സ് ഒരേ നീളമാണ്, പക്ഷെ മറ്റ് രണ്ട് വശങ്ങളും ചരിഞ്ഞിരിക്കുന്നു, അവയെ ഒരേ നീളം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ എന്നൊരു വാക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിന് പറയുന്ന പേരാണ് പാരലോഗ്രാം അഥവാ സാമാന്തരികം. പേരൊന്നും കേട്ട് ഞെട്ടണ്ട, അതൊക്കെ നമ്മൾ പുറകെ 8ാം ക്ലാസ്സിലേക്ക് ഇതിൻ്റെ പേരുകളെ പറ്റി വിശദമായിട്ട് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ടീച്ചർ പറഞ്ഞ വഴി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത് നമുക്ക് സർക്കിൾ ഡിവിഷൻ എന്നുള്ള ഭാഗമാണ്. വൃത്ത വിഭജനം എന്ന് വെച്ചാൽ വൃത്തത്തെ നമ്മൾ കട്ട് ചെയ്യുന്നു. അത് വൃത്തം എത്ര ഭാഗം കട്ട് ചെയ്തു. ഇപ്പോൾ നിസ്സാരമായിട്ട് ഇത് നമുക്കൊരു കേക്കാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ദോശയാണെന്ന് വിചാരിക്കാം. ഈ ദോശയെ ടീച്ചർ ഈക്വൽ ആയിട്ടുള്ള 4 ഭാഗങ്ങളാക്കി മാറ്റിയെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം എത്ര, നമ്മൾ ഫ്രാക്ഷൻസ് പഠിപ്പിച്ചായിരുന്നല്ലോ കഴിഞ്ഞ വർഷം. അപ്പോൾ നമ്മളിതിനെ പറയുന്നത് 4 പീസസിൽ ഒരെണ്ണമാണിത്. അപ്പോൾ നമ്മളിതിനെ 1/4 പാർട്ട് എന്നാണ് പറയാറല്ലേ, 4ൽ 1 ഭാഗം. ശരിയല്ലേ? അപ്പോൾ 4ൽ 1 ഭാഗം ആകുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഡിഗ്രി മെഷർ വെച്ച് ഇനി അതെങ്ങനെയാണെന്ന് ടീച്ചർ പറയാൻ പോവാം. ആകെ ഇത് 360 കഷ്ണങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. 360 സ്മോൾ പീസസ് ഇതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഓരോ പീസും എത്ര ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണെന്ന് പറഞ്ഞില്ല. അതായത് കുത്തനെ മുകളിലേക്ക് വരച്ചെടുത്താൽ അത് എത്ര നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി, 90. അപ്പോൾ ഇത് 90ആണ്, ഇത് 90ആണ്, ഇത് 90ആണ്, ഇത് 90ആണ്. ശരിയല്ലേ? അപ്പോൾ ഇത് 360ൽ എത്ര പീസാണ് നമ്മൾ എഴുതി, 90 ഒരെണ്ണമാണ് നമ്മൾ എടുത്തത്. ഇനി ഇത് ചെറുതാക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ഈ 0 വെട്ടിക്കളയുക. പിന്നെ ഉള്ളത് 9/36 ആണല്ലോ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ 9 എന്ന സംഖ്യയും 36 എന്ന സംഖ്യയും ഏതിൻ്റെ പട്ടികയിൽ വരും എന്ന് ചിന്തിക്കാമല്ലോ. 9ൻ്റെ പട്ടികയിൽ 9 ഉണ്ട്, ഒരു 9 9. 9ൻ്റെ പട്ടികയിൽ എപ്പോഴാണ് 36 വരിക, ഒരു 9 9, 2 9 18, 3 27, 4 9 36. ഇത് കണ്ടോ 1/4 എന്ന് വന്നത് കണ്ടോ. ഈ സർക്കിളിലെ ടീച്ചർ 90 ഡിഗ്രി ഭാഗം ടീച്ചർ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 90 ഡിഗ്രി എന്നത് ഈ സർക്കിളിൻ്റെ എത്ര ഭാഗമാണെന്നും ഷെയ്ഡ് ചെയ്യാത്ത ഈ വൈറ്റ് പ്രതലം ഉണ്ടല്ലോ, വൈറ്റ് പ്ലെയിൻ, ഈ ഭാഗം സർക്കിളിൻ്റെ എത്ര ഭാഗം, വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടെത്തണം. അപ്പം നമുക്കറിയാം ആകെ മൊത്തം എത്രയുള്ള 360ൽ എത്ര ഇത് വന്നിരിക്കുന്നത്, 90 ആണല്ലോ. 360ൽ 90 ഡിഗ്രിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഇത് രണ്ടും കട്ട് ചെയ്ത് 9 ടേബിൾ വരും. 1 9s are 9, 9 4s are 36. 1/4 ആണ് എന്തെന്ന് മനസ്സിലാവും, ഈ സർക്കിളിലെ 90 ഡിഗ്രി ഭാഗം. ഇനി നോക്കുക, സർക്കിളിൽ ആകെ 4 കഷ്ണങ്ങളല്ലേ ഉണ്ടായിരുന്നത്, 4ൽ ബാക്കി എത്ര ഉണ്ട്, ഇത് 3 അല്ലേ ഉള്ളത്. ബാക്കി നമുക്ക് എങ്ങനെ എഴുതാം, വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് 3/4 എന്ന് എഴുതാം. മനസ്സിലായോ? ഇനി നമുക്ക് ഞാൻ പാഠപുസ്തകത്തിൽ കുറച്ച് ചോദ്യങ്ങൾ കാണിക്കാം. ആദ്യത്തെ ചിത്രത്തിൽ നോക്കിക്കേ, 20 ഡിഗ്രി യെല്ലോ കളർ പോർഷൻ, മഞ്ഞ കളറിൽ ഉള്ളത് ഈ സർക്കിളിൻ്റെ എത്ര ഭാഗം. അപ്പം നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്, 20, കാണത്തില്ലല്ലോ ഇവിടെ എഴുതാം, 20 / 360. അപ്പോൾ ഇത് കട്ട് ചെയ്യണമല്ലോ, കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു, ബാക്കിയുള്ള എന്താ 2/36. ടീച്ചർ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗം വേറെ പറഞ്ഞത് ഹാഫ് എഴുതിയാലും മതി. 2ൻ്റെ പകുതി 1, 36ൻ്റെ പകുതി 18. അപ്പം 18ൽ 1 ഭാഗമാണ് എന്ത്, 20 എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള ഈ ഗ്രീൻ കളർ പോർഷൻ എത്ര ഉണ്ട്, ആകെ മൊത്തം 18ൽ ഒരെണ്ണം ഇവിടെ വന്നു. ബാക്കി ഗ്രീൻ കളർ ഏത് ഭാഗം, ഇതെന്താണ് യെല്ലോ കളർ, ഇത് യെല്ലോ പോർഷൻ. ഗ്രീൻ പോർഷൻ എന്ന് പറയുന്നത് എന്ത് വരും, ഗ്രീൻ പോർഷൻ എന്ന് പറയുന്നത് 18ൽ 17. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 24 കൊടുത്തിരിക്കുന്നത്. അപ്പം യെല്ലോ കളർ പോർഷൻ എന്ന് പറയുന്നത് 24 / 360. ഇതെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, ഹാഫ് എഴുതി പോയാൽ മതി, നിങ്ങൾക്ക് എളുപ്പമുണ്ട്. 12 / 180. വീണ്ടും പകുതിയാക്കിയാൽ 6/90. വീണ്ടും പകുതിയാക്കിയാൽ 3/45. ഇനി 3/45 നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? 3/45 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ടേബിൾ ചൊല്ലിയാൽ 1 3s are 3,
4-നകത്ത് 3 ഒരു പ്രാവശ്യം, ഒരു റിമൈൻഡർ 1 വരും. 15-നകത്ത് 3 5 പ്രാവശ്യം. സോ 1/15 ആണ് എന്ത് ഈ യെല്ലോ കളർ പോർഷൻ എന്ന് പറയുന്നത് 1/15 ആണ്. ഇവിടെ നന്നായിട്ടൊന്ന് എഴുതിയേക്കാം. യെല്ലോ കളർ റീജിയൻ, മഞ്ഞ കളർ പ്രദേശം എന്ന് പറയുന്നത് എത്രയാണ്? 1/15. അപ്പോൾ ഗ്രീൻ പോർഷൻ എത്ര വരും? പച്ച കളർ ഭാഗം 15-ൽ 14 ഭാഗം. അടുത്തത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ 54 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെങ്ങനെ എഴുതണം? യെല്ലോ കളർ പോർഷൻ എന്ന് പറഞ്ഞാൽ 54/180. ഹാഫായിട്ട് എഴുതുമ്പോൾ 27/90. വീണ്ടും ഇതിനെ ഹാഫാക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് 3യുടെ ടേബിൾ ചൊല്ലാം. 3യുടെ ടേബിൾ ചൊല്ലിയാൽ 3 9s are 27. 3 × 30 ആട്ടോ 90. വീണ്ടും നമുക്ക് 9യുടെ ടേബിളോ അല്ലെ 3യുടെ ടേബിളോ ചൊല്ലാം. 3 3s are 9. 3 10s are 30. സോ 10-ൽ 3 അല്ലെങ്കിൽ 3/10 ആണ് യെല്ലോ കളർ റീജിയൻ. യെല്ലോ കളർ റീജിയൻ 3/10 ആണെങ്കിൽ എങ്ങനെ എഴുതാം? യെല്ലോ കളർ റീജിയൻ ഈക്വൽ ടു 3/10. അപ്പം ഗ്രീൻ കളർ പോർഷൻ എത്ര വരും? 3/10 ആണ് 6/10. ക്ലിയർ അല്ലേ? അപ്പോൾ അത് പിടികിട്ടിയല്ലോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ യെല്ലോ കളർ റീജിയൻ എന്ന് പറയുന്നത് 80/360 ആണ്. 0യും 0യും കട്ട് ചെയ്താൽ ബാക്കി 8/36. നമ്മൾ ഹാഫാക്കി എഴുതിയാൽ 4/18 വരും. വീണ്ടും ഹാഫാക്കിയ 2/9. അപ്പം 80 എന്ന് പറയുന്നത് യെല്ലോ കളർ റീജിയൻ ആണ്. യെല്ലോ കളർ എന്ത് വന്നു? യെല്ലോ കളർ ഈസ് ഈക്വൽ ടു 2/9 ആണെങ്കിൽ ഗ്രീൻ പോർഷൻ എന്ന് പറയുന്നത് 7/9. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ